ഇന്ന് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത് എളുപ്പത്തിൽ തയ്യാറാക്കുന്ന രുചികരമായ ബിരിയാണി റെസിപ്പിയാണ്. വീട്ടിലുള്ള സാധാരണ ചേരുവകൾ കൊണ്ട് കുറച്ച് സമയത്തിൽ തന്നെ തയ്യാറാക്കാൻ കഴിയുന്ന ഒരു പെർഫെക്റ്റ് ബിരിയാണി. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ബിരിയാണി തയ്യാറാക്കുന്നതിനായി ആദ്യം തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ നന്നായി അരച്ചെടുക്കുക. കൂടെ മല്ലിയില, പുതിനയില, കറിവേപ്പില ചതച്ചത് മാറ്റിവെക്കുക. പിന്നീട് സവാള, തക്കാളി എന്നിവ മുറിച്ച് മാറ്റിവെക്കുക. ഓരോന്നിൻ്റെ അളവുകൾ കൃത്യമായി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ലഗോൺ ചിക്കനാണ്. അത് നന്നായി കഴുകി അല്പം വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ട് കുക്കറിൽ ഒരു 10-12 വിസിലടുപ്പിച്ച് നന്നായി വേവിച്ച് മാറ്റിവെക്കുക. തുടർന്ന് അതേ കുക്കറിൽ എണ്ണ ഒഴിച്ച് സവാള അല്പം ഉപ്പും ചേർത്ത് വഴറ്റുക. സവാള വഴന്നു കഴിയുമ്പോൾ അതിലേക്ക് അരച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റും ചതച്ചു വെച്ച ഇലകളും ചേർത്ത് ഇളക്കുക. അതൊന്ന് ചൂടായി വരുമ്പോൾ തക്കാളി ചേർക്കണം. അതിലേക്ക് ബിരിയാണി മസാല, മല്ലിപ്പൊടി, ഗരം മസാല, തൈര്, വേവിച്ച് വെച്ച ചിക്കനും ചേർത്ത് ഇളക്കുക. ഇതേ സമയം നമുക്ക് അരി വേവിച്ച് വയ്ക്കാം. ഞാനിവിടെ 1 കിലോ ബിരിയാണി അരിയാണ് എടുത്തത്. അരി അളന്ന് വെച്ച പാത്രത്തിൽ 2 പാത്രം വെള്ളം എന്ന കണക്കിൽ വെള്ളം ചൂടാക്കുക. അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, കുറച്ച് ചിക്കൻ സ്റ്റോക്ക്, ഏലക്കായ ചേർത്ത് തിളപ്പിക്കണം. വെള്ളം തിളച്ചു വരുമ്പോൾ അതിലേക്ക് കഴുകിയ അരി ചേർക്കണം. അരി വെന്ത് വരുമ്പോൾ നാരങ്ങ നീര് ചേർക്കണം. നമ്മൾ ബിരിയാണി ദം ഇടുന്നുണ്ട്, അതുകൊണ്ട് അരി അധികം വേവാതെ നോക്കണം. ഇനി ഒരു പാനിൽ അല്പം ഓയിൽ ഒഴിച്ച് അത് ചൂടാവുമ്പോൾ സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരി ചേർത്ത് വറുത്തു മാറ്റി വയ്ക്കണം. ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ടോ ഒന്നിച്ചോ വറുത്തു കോരാം. അടുത്തത് ദമ്മിടുന്ന പ്രോസസ്സാണ്. അതിനായി വേവിച്ച് വെച്ച ചിക്കൻ ഗ്രേവിയിലേക്ക് കുറച്ചായി ചോറ് ചേർക്കണം. ഞാൻ കുക്കറിൽ തന്നെയാണ് ദമ്മിടുന്നത്. ചോറിന് മുകളിലായി വറുത്തു വെച്ച സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരിയും കുറച്ച് ഗരം മസാലയും ചേർക്കണം. മുഴുവൻ ചോറും ഇതുപോലെ ചേർക്കണം. അവസാനം വറുത്ത സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും കുറച്ച് ഗരം മസാലയും ചേർക്കണം. സവോളയെല്ലാം ചേർത്ത ശേഷം
അല്പം മല്ലിയിലയും കറിവേപ്പിലയും കുറച്ച് ഓയിലും ചേർത്ത് കുക്കർ മൂടി ഒരു 5 മിനിറ്റ് തീ സിമ്മിൽ വെച്ച് ദം ചെയ്യണം. അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം. വിസിൽ കളയാതെ ഒരു 15 മിനിറ്റ് കൂടി വയ്ക്കാം. ഇതോടെ നമ്മുടെ ബിരിയാണി റെഡി. കുറച്ച് സമയത്തിൽ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന സൂപ്പർ രുചിയുള്ള ബിരിയാണിയാണിത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. ഇനി ഇത്തരം ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.